ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ 2 പൈൽസ് ഞാൻ വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1 യെല്ലോ, പൈൽ നമ്പർ 2 ബ്ലൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു പൈൽ ചൂസ് ചെയ്യുക. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാതെ ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ ചൂസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി, റാൻഡംലി ചൂസ് ചെയ്യരുത്. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1 യെല്ലോ ബ്ലോക്ക് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് ഈ പേഴ്സണ് പൈൽ നമ്പർ 1നോട് പറയാനുള്ളത്? എന്താണ് പറയൂ. ഓ മൈ ഗാഡ്. ഓക്കെ, ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവും. ഓക്കെ, ഈ വ്യക്തി ഒരുപാട് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. എനിക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ ഇപ്പം പോകേണ്ടി വരുന്നു. ഓക്കെ, ഞാൻ ആ ബുദ്ധിമുട്ടുകളെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു റീസൺ കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് സെപ്പറേറ്റായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കേണ്ടി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാവാം ബ്രേക്കപ്പ് ഉണ്ടായത്. ഓക്കെ, ഫൈനാൻഷ്യൽ ക്രൈസിസ് വല്ലാണ്ട് ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്ന മെസ്സേജ് അതാണ്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ ലീവ് ചെയ്ത് പോവുകയാണ്. കഷ്ടം. അപ്പോൾ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണോ ലീവ് ചെയ്ത് പോകുന്നത്? ഭയങ്കര ഡിഫെൻസീവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, സംസാരിക്കുന്നില്ല, ഭയങ്കര വാശിയിലാണ്. അഥവാ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചിലപ്പോൾ കടുത്തു പോവും. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, കാരണം ഭയങ്കര ഗാർഡഡായിട്ട് ഇരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാണ്ട് വിട്ടുപോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ടു ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇതാകെ ബ്രേക്കപ്പിൻ്റെ ഒരു മൂഡാണ്. ഈ വ്യക്തി ഇപ്പം ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ്. അതായത് നിങ്ങളെ ലീവ് ചെയ്ത് പോയി. ഓക്കെ, നിങ്ങളൊരു ലൈഫ് ഇപ്പം ജീവിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് വേറൊരു ലൈഫ് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഫൈനാൻഷ്യൽ കണ്ടീഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, കാരണം നിങ്ങളുമായിട്ട് അത്ര ഡീപ്പായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നിരിക്കാം. കാരണം 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരാൾ ലീവ് ചെയ്തിട്ട് പോവുകയാണ്. ഓക്കെ, പക്ഷേ അത് വെറുതെ സഡനായിട്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് എന്താ പറയുക, നമുക്ക് എനിക്കിഷ്ടമല്ല,
ലെറ്റ് ഗോ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്ത് പോകുന്നതല്ല 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇമോഷണലി ഹേർട്ടായിട്ട് ഒരാളിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇതിനകത്ത് ഫുൾ ഓഫ് സാഡ്നെസ് ആണ്. ശരിക്കും വിഷമിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്ത് പോകുന്ന ഒരവസ്ഥ. അപ്പം ഈ വ്യക്തി അങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ല നിങ്ങളങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. എനിവേ ഈ വ്യക്തി ഇപ്പം ഭയങ്കര ഗാർഡഡായിട്ട് ഇരിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നാൽ രാത്രിയിലോട്ട് ഉറങ്ങാനും പറ്റണില്ല. അപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സിങ് എനർജിയാണ് 9 ഓഫ് സോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ 10 ഓഫ് സോഡ്സിൻ്റെ ഒക്കെ മുൻപുള്ളൊരവസ്ഥയാണ്. റിലേഷൻഷിപ്പ് ഫുൾ എൻഡ് ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യും. ഫയൽ നമ്പർ 1. എന്താണ് ഈ വ്യക്തി, ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയോ, വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്? ഫയൽ നമ്പർ 1. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. നിങ്ങളുടെ നേർക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണത്? യൂണിവേഴ്സ് കൃത്യമായിട്ടൊരു മറുപടി തരുന്നില്ല. ഫൈനാൻസസ് മാത്രമാണോ? എന്താണ് ഈ വ്യക്തി ഇത്രയും ഗാർഡഡ് ആവാൻ കാര്യം? എന്താ മിണ്ടാതിരിക്കുക? ഭയങ്കര ദേഷ്യക്കാരനുമാണ്. എല്ലാം പറഞ്ഞാൽ അത് കൂടിപ്പോകുന്നുള്ളൊരവസ്ഥയിലിരിക്കുക. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലേ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണോ? എന്താണ് ഈ വ്യക്തിക്ക്, എന്താ പ്രശ്നം? എന്താ? സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, 6 ഓഫ് വാണ്ട്സ്, 7 ഓഫ് കപ്സ്, ദി എംപ്രസ്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരവസ്ഥ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്നൊരാഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടിപ്പം ബ്രേക്കപ്പിലാണെങ്കിൽ അത് ചേഞ്ച് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല നിങ്ങളുമായിട്ട് എന്താ പറയുക, ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അതൊരു അബണ്ടൻസിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാവാം. സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലാണേ. പക്ഷേ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണുന്നത്. സോ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ചിലപ്പോൾ ഫാമിലി എന്നുള്ള പ്രഷറാവാം, അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക പ്രപ്പോസൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നെക്സ്റ്റ് ആക്ഷൻ എന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഈ ഫയൽ നമ്പർ 1. ഒരു ആക്ഷനും എടുക്കില്ല, അതാണ് നെക്സ്റ്റ് ആക്ഷൻ. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തിക്ക് താല്പര്യം. കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. 5 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. കണ്ടുള്ള കപ്സ് എല്ലാം തട്ടിമറിച്ചിട്ടിരിക്കുക കണ്ടോ. ഇത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റാണ്. ഈ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ പുള്ളിക്ക് പറഞ്ഞ കണക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് മാറിപ്പോയതാണ്. അതായത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അല്ല, എനിക്ക് മാത്രം സ്നേഹമുള്ള അവൾക്ക് സ്നേഹമില്ല, അവന് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല, അങ്ങനെ മാറിപ്പോയി. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ നമ്മളിപ്പം നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളതെന്നുള്ളതാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ ആ വ്യക്തിയുടെ എനർജി എന്നുള്ളത് തന്നെ എടുക്കാം. പിന്നെ ടാരോ റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് എനർജീസ് വരാം.
അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. ആക്ഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഫുൾ ഡിസപ്പോയിൻമെൻ്റ് ആണ്, സാഡ്നെസ് ആണ്, വിഷമിച്ച് ഒരു മൂലക്കിരിക്കുക. ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അപ്പോൾ യൂണിവേഴ്സിൽ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടുമോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ഷനൊന്നും ഉണ്ടാവില്ല. കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരത്തി ഇപ്പം പൈസ സേവ് ചെയ്യാനും കരിയറിലും ഫൈനാൻസസിലും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോക്കട്ടെ എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. 7 of Pentacles, 2 of Cups. ഇതേ യൂണിവേഴ്സൽ ഗൈഡൻസ് ഒക്കെ അനുകൂലമാണ് കേട്ടോ. യൂണിവേഴ്സൽ ഗൈഡൻസ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് പെട്ടെന്നുള്ള ഇതൊരു റീയൂണിയനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ അത് പെട്ടെന്നുണ്ടാവില്ല. യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ, ആ വെയിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് നീളാം. ഞാനത് മറച്ച് വയ്ക്കുന്നില്ല. കാരണം പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് എന്താ പറയുക, മന്ത്സ് അല്ലെ ഇയേഴ്സൊക്കെ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ അല്ല, നിങ്ങളുടെ സമയം പോലെ ഇരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളതാണെങ്കിൽ ഡെസ്റ്റൈൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും വരുമെന്നേ. കാരണം 2 of Cups ആണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷനാണ് കാണിക്കുന്നത്, പക്ഷേ ഇറ്റ് മേ ടേക്ക് സം ടൈം, സോ യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്. സ്വാഭാവികമായിട്ടും ഒരാളെ നമ്മൾ മിസ് ചെയ്യുക എന്ന് പറയുമ്പോഴേ യൂണിവേഴ്സ് ചിലപ്പോൾ അതിന് അനുകൂലമായിട്ട് ആയിരിക്കാം. നമുക്ക് നല്ലതിനാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരും. നമുക്കൊരു കാര്യം കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അല്ല, നമുക്ക് കിട്ടാൻ ഉള്ളതല്ല എന്നുള്ളത് വിശ്വസിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നല്ലതിനായിരിക്കില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇവിടെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്, സോ ബി ഹാപ്പി. നമുക്ക് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ബ്ലൂ ബ്ലോക്ക് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അയ്യോ ഇത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. അയ്യോ, കാർഡ്സും കവിഞ്ഞൊഴുകുകയാണ്. 2 of Cups, ഹാങ്ഡ് മാൻ. ദൈവമേ, ഇത് സോൾമേറ്റ് കണക്ഷൻ ആണല്ലോ. കറക്റ്റ് സോൾമേറ്റ് കണക്ഷനാണ്. കാരണം 6 of Cupsഉം 2 of Cupsഉം ഇത് നിങ്ങളുടെ സോൾമേറ്റാണ്. നിങ്ങൾ ഏത് വ്യക്തിയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് നിങ്ങളിൽ അങ്ങ് ഹോൾഡ് ഓൺ ചെയ്ത്, അതായത് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, വിട്ടു പോവാൻ പറ്റില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക കേട്ടോ. ഭയങ്കര സീരിയസ് ആണ്, നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സീരിയസാണ്. സ്വാഭാവികമായിട്ട് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ സോളിനെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാച്ച് ആവുന്ന മറ്റൊരു സോളാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവാം. നിങ്ങൾ പറയുന്നത് എന്തും മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് ഈ വ്യക്തിക്ക്. ഇമോഷണലി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ 6 of Cups ഉണ്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒന്നിച്ച് പഠിച്ചതാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം. കാരണം ഒരുപാട് നാളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞ ഇത് എന്താ പറയുക, ഒരു പ്രണയം എന്ന് പറയുന്നതിലും ഉപരി ഭയങ്കര മെച്യൂർഡായിട്ടുള്ളൊരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. അതായത് മെച്യൂർഡായിട്ടുള്ളൊരു ലവ് ആണിത്.
ഓക്കെ, കുട്ടിക്കളിയൊന്നുമല്ല. അപ്പോൾ എന്താണ് ഈ വ്യക്തിക്ക് പറയാനുള്ളത്? നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ആദ്യത്തെ മെസ്സേജ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളിൽ സ്റ്റക്കാണ് ഈ വ്യക്തി. ടവർ കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വോൺസ്, ഓക്കെ, ക്വീൻ ഓഫ് വോൺസ്, വാവ്, 8 ഓഫ് കപ്സോ? 8 ഓഫ് കപ്സിനൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അതെന്താ 8 ഓഫ് കപ്സ് ഇവിടെ വന്നേ? ഇത്രയും സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയിൽ എന്തിനാണ് പ്രശ്നങ്ങൾ? എന്തിനാ 8 ഓഫ് കപ്സ് വന്നേ? ദി എംപറർ, ദൈവമേ. ഓക്കെ, എംപറർ എന്ന് പറഞ്ഞാൽ ഒരു ഡാഡി വൈബാണ്, അതായത് ഏരീസ് എനർജിയാണ്. ഓക്കെ, കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിന് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? കാരണം ഒരു ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ടല്ലോ. അതായത് എന്തെങ്കിലും മുതിർന്ന ഒരാളുടെ ഇൻഫ്ലുവൻസ് കാരണമോ മറ്റോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നായിരുന്നോ? എന്നാലും നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നേ, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഈ വ്യക്തിയുടെ എനർജി ആയിരിക്കാം. അതായത് ഇപ്പം ഭയങ്കര ഈഗോ കാണിച്ച് മിണ്ടാതിരിക്കുകയാണ്. സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതെന്താ ഇങ്ങനെ? എന്താ ഈ വ്യക്തിക്ക് ആക്ച്വലി എന്താ പറയാനുള്ളത്? ഇഷ്ടമാണ്, ഓക്കെ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ തന്നെ പോകാനാണോ ഉദ്ദേശം? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നോ, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ളൊരു, സോറി, ഇത്രയും കാർഡ്സ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്റ്റേബിളായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. ഓക്കെ, അല്ലാതെ വെറുതെ വന്നിട്ട്, കാരണം ഭയങ്കര മെച്യൂർഡായിട്ടാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത്, തമാശയൊന്നുമല്ല. അപ്പോൾ 5 ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 9 ഓഫ് വോൺസ്. ഓക്കെ, അതായത് ഈ വ്യക്തി കുറച്ച് കണ്ണിങ്ങിട്ടുള്ള ഒരാളാണ്, കുറച്ച് കുറുക്കൻ്റെ കണക്കത്തെ ബുദ്ധിയാണ് കേട്ടോ. ഒരു കുറുക്കനെ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കയറണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണോ ചോദിച്ചാൽ ആണ്. എന്താ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ? അപ്പോൾ എന്താണ് ഈ വ്യക്തിക്ക്? ദ മജീഷ്യൻ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. പക്ഷേ എന്തൊക്കെയോ ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്കാണോ പ്രോബ്ലംസ്, അല്ലെ മറ്റൊരാളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. ഇത് രണ്ടും സിറ്റുവേഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. വെയിറ്റ് ചെയ്യണോ അതോ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കൊണ്ടേ പോകും. തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. അതാണ് മജീഷ്യൻ കാർഡ് വന്നത്.
നമുക്ക് 2 കാർഡ് എടുക്കാം. ഹയർഫൻ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് വോൺസും വന്നു. ഓക്കെ, ഇതിനർത്ഥം ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നിങ്ങളുമായിട്ടൊരു കുടുംബജീവിതം, ഹയർഫൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മാരേജിൻ്റെ കാർഡായിട്ടും എടുക്കാവുന്നതാണ്. നമ്മൾ 4 ഓഫ് വോൺസ് ആണ് ടാരോ റീഡിങ്ങിൽ മാരേജ് കാർഡായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാർഡായതുകൊണ്ടും ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാരേജിൻ്റെ കാർഡായിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണിത്. ഓക്കെ, അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ഈ വ്യക്തി റെഡിയാണ്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫയൽ നമ്പർ 2, ഡിസിഷൻ നിങ്ങളുടെയാണ്. ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്. ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.